ഡിഗ്രി ഇല്ലേ അതോ എക്സ്പീരിയൻസ് കുറവാണോ? അതുകൊണ്ട് തന്നെ ഈ ഒരു യൂറോപ്പ് ഡ്രീം നിങ്ങൾ വിട്ട് കളയാൻ നിൽക്കുകയാണോ? ബട്ട് അതൊരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആവും. ബിക്കോസ് ഈ ഒരു 2026 ഫിൻലാൻഡ് ഒരു ഡിഫറെൻറ്റ് വഴി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ യൂഷ്വലി നമ്മൾ കേൾക്കാറുള്ളത് ഈ ഒരു യൂറോപ്പ് പോകാനായിട്ട് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഹൈ സ്കോർ വേണം, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു IT ജോബ്സിനാണ് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ ജോബ് കിട്ടുന്നത്, ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഒരു സമയത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. ബട്ട് ഇപ്പോൾ റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പോൾ യൂറോപ്പിൽ ഡിമാൻഡ് ഉള്ളത് ഈ ഒരു സിമ്പിൾ ഹ്യൂമൻ ബേസ്ഡ് ജോബ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ ജോബുകൾ. ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഉണ്ട്, അതായത് ഈ ഒരു നോർഡിക് കെയർ സർവീസസ് OY പറഞ്ഞിട്ടൊരു കമ്പനി. നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഓക്കെ, സോ ഇവരിപ്പോൾ ഈ ഒരു ഫോറിൻ കെയർ ഗീവേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിനെ ഇവർ ഹയർ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫിൻലാൻഡിലെ ഈ ഒരു എൽഡർലി പോപ്പുലേഷൻ വളരെ കൂടുതലാവുന്നുണ്ട്. അതായത് ഒരുപാട് ആളുകൾ ഏജ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതേപോലത്തെ കെയർ ഗീവേഴ്സിനെ വേണം. സോ ആൾറെഡി ഈ ഒരു ഫിൻലാൻഡിലുള്ള ആളുകളിൽ ഈ ഒരു കെയർ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ അതുകൊണ്ടാണ് ഇവർ പുറത്തുനിന്നുള്ള വർക്കേഴ്സിനെ, ഇങ്ങനെ കെയർ ഗീവേഴ്സിനെ ഈ ഒരു ഫിൻലാൻഡിലേക്ക് അവരുടെ സ്പോൺസർഷിപ്പും ഏറ്റെടുത്തിട്ട് കൊണ്ടുവരുന്നത്. സോ വാട്ട് കൈൻഡ് ഓഫ് ജോബ് ഈസ് ദിസ്? അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒരു ജോബ് മാത്രം എന്നുള്ളതല്ല, ഇതൊരു കെയർ ഗീവിംഗ് ആണ്. ഓക്കെ, ഒരു സർവീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഒരു എൽഡർലി ആയിട്ടുള്ള ആളുകളെ സഹായിക്കുക, വയസ്സായ ആളുകളെയൊക്കെ സഹായിക്കുക, പിന്നെ അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സപ്പോർട്ട് കൊടുക്കുക, ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, റെസ്പെക്റ്റ് ഉള്ള ഒരു ജോലിയാണ്. ഓക്കെ, നമ്മൾ അവരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണ പോലെ അല്ലെങ്കിൽ ഒരു IT ജോബ് ചെയ്യണ പോലെ ഒരു 9 to 5 അങ്ങനത്തെ ഒരു ടൈമിംഗ് ഉള്ള ജോലിയല്ല. ഓക്കെ, ബട്ട് എന്നാലും നമുക്കിവിടെ സാലറി എന്ന് പറയുന്നത് ഒരു 15 to 16 യൂറോ ആണ് പെർ ഹവറിലാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഈ ഒരു 16 യൂറോ എന്ന് പറയുകയാണെങ്കിൽ 1749 രൂപയാണ് ഇന്ത്യൻ മണിയിൽ വരുന്നത് കറൻറ്റ്ലി റേറ്റ് വെച്ചിട്ട്. സോ നമ്മളൊരു ദിവസം ഒരു 8 ഹവറാണ് ഇങ്ങനെ ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 13,992 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇത് നമ്മളൊരു 30 ഡേയ്സിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് 4,19,000 സംതിങ് രൂപ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു 8 ഹവർ എന്നുള്ളത് ഞാൻ ഏറ്റവും കമ്മിയുള്ളത് പറയുകയാണ് കേട്ടോ. ഇതിനേക്കാളും കൂടുതലുള്ള ജോബുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഫുൾ ടൈം ജോബാണ്. അതുപോലെ തന്നെ ഈ ഒരു വിസ സ്പോൺസർഷിപ്പും ഇവർ കൊടുക്കും. ഈ ഒരു എൻട്രി ലെവൽ ജോബ് ആണ് എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആവണമെന്നൊന്നും പറയണില്ല. എൻട്രി ലെവൽ ജോബ് ആവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരുടെയും സംശയം, ഇനി ഇത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും പോസിബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. യെസ്, ഓഫ് കോഴ്സ് ഇത് നമുക്ക് പോസിബിൾ ആണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണം, പിന്നെ അതുപോലെ തന്നെ കെയറിങ് മൈൻഡ് സെറ്റ്, പേഷ്യൻസ്, അതുപോലെ തന്നെ എല്ലാം ലേൺ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് നോക്കി നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാനലിൽ ഒരു ഏജൻറ്റ് വഴി അല്ലാതെ ഒരു സ്കാമിലും പോയി പെടാതെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ട് ജോബ് നേടിയെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിൽ അധികം ഷെയർ ചെയ്യാറുള്ളത്. സോ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്യുക, ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക. വെറുതെ വീഡിയോ കാണാതെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷവാനായിട്ട് ജീവിക്കുന്ന രാജ്യം. ഓക്കെ, സോ നമുക്കിവിടുത്തെ ലാൻഡ്സ്കേപ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരുടെ കൾച്ചറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. സോ ഇപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കെയർ ഗീവേഴ്സിനെയാണ്. നമ്മൾ ആൾറെഡി ഇങ്ങനെ ഫിൻലാൻഡിലേക്ക് സ്പോൺസർഷിപ്പ് ജോബിന് പോയിട്ടുള്ള ആളുകളെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഈ ഒരു മല്ലൂസ് ബ്രോൻ്റെ ഒക്കെ. ഓക്കെ, സോ നമുക്ക് ഇതിന് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇനി എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ ആൾറെഡി ഒരു കമ്പനീൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു നോർഡിക് കെയർ ഫിൻലാൻഡ് OY അതുവഴി പോവുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ വേറെയുള്ള ഓരോ ഓപ്ഷൻസ്, നമുക്ക് ഇങ്ങനെ കുറേ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ജോബ് പോർട്ടൽസ് ഉണ്ട്. സാധാരണ ജോബ് പോർട്ടൽ അല്ല, ഇങ്ങനെ ട്രസ്റ്റബിൾ ആയിട്ട് തന്നെ ഫിൻലാൻഡിൻ്റെ ഒഫീഷ്യൽ ജോബ് പോർട്ടൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു TE സർവീസസ്, അതൊക്കെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. അതുപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ യൂസ് ചെയ്യുക, ULC യൂസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ വർക്ക് ഇൻ ഫിൻലാൻഡ് യൂസ് ചെയ്യുക, ജോബ്സ് ഇൻ ഫിൻലാൻഡ് യൂസ് ചെയ്യുക. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ ഒരു കെയർ ഗീവർ അല്ലെങ്കിൽ സപ്പോർട്ടിങ് വർക്കറൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് ജോബുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ കാണുന്നത് വർക്ക് ഇൻ ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്, അല്ലെങ്കിൽ മോസ്റ്റ് ട്രസ്റ്റബിൾ ജോബ് പോർട്ടലാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ജോബ്സ് അല്ലെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ഓപ്പൺ ജോബ്സ് നമുക്ക് നോക്കി നോക്കാം. അതുപോലെ തന്നെ ഈ ജോബ് ടൈറ്റിലിൽ നിങ്ങൾ കെയർ ഗീവർ ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ,
സോ നമുക്കിവിടെ ഒരു വേക്കൻസി കാണാൻ പറ്റും, വെൽ ബീയിങ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് കെയർ ഗിവർ ജോബുകൾ. അത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ നേരെ ജോബ് മാർക്കറ്റ് ഫിൻലാൻഡിൽ പോയിട്ടുണ്ട്. സോ ജോബിന് അപ്ലൈ ചെയ്യാനും അവരുടെ ബേസിക് ഡീറ്റെയിൽസും എങ്ങനെയാണ് സാലറി എന്നും ഒക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ ജോബ് പോർട്ടൽ വഴി പോയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളത് വർക്ക് ഇൻ ഫിൻലാൻഡ് വഴി പോയിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് US പോർട്ടലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു ഏജൻസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് ജോബുകൾ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇനി ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴും മോസ്റ്റ് ഓഫ് ദ ആളുകളും ഫെയിൽ ആവുക എന്ന് പറയുന്നത് ഇങ്ങനെ റാൻഡമായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ സെയിം CV എല്ലായിടത്തും യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിജക്ഷൻ എപ്പോഴും കിട്ടും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കസ്റ്റമൈസ്ഡ് CV ഉണ്ടാക്കുക. നമ്മൾ ആൾറെഡി അതിനെ പറ്റിയിട്ടുള്ള സംസാരിച്ചിട്ടുള്ള തന്നെയാണ്. അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഒരു വെൽബീയിങ് ആൻഡ് ഫസ്റ്റ് എയ്ഡ് കെയർ ഗിവറിൻ്റെ കാര്യം പറഞ്ഞു. സോ ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യുക. ദെൻ നിങ്ങളിത് കോപ്പി ചെയ്തിട്ട് ChatGPT പോയിട്ട് നിങ്ങൾക്ക് ഇതിന് ആവശ്യമുള്ള കീവേഡ്സ് അടിച്ചു കൊടുത്താൽ മതി. CVയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കീവേഡ്സ് വേണ്ടതൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കീവേഡ്സ് നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെ ഓരോ ജോബിനും നിങ്ങൾ അതിനനുസരിച്ച് കീവേഡ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കസ്റ്റമൈസ്ഡ് CV ഉണ്ടാക്കുക. അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. സോ CV എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിളായിരിക്കണം, ക്ലിയർ ആക്കണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വൈ കെയർ ഗിവിങ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കെയർ ഗിവിങ്ങിൽ താല്പര്യമുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ ആദ്യം ഈ ഒരു അബൌട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് ഒരു ദിവസം നിങ്ങൾ മാക്സിമം ഒരു 30 അപ്ലിക്കേഷനെങ്കിലും ഇതേപോലെ സെൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ ജോബിനൊന്നും ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ജോബാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കാം ഉണ്ടാവും. അതിലൊന്നും പോയി പെടരുത്. ജെന്യൂൻ ആയിട്ടുള്ള ജോബ് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ളവരൊന്നും പേയ്മെൻറ്റ് ചോദിക്കില്ല. ഫേക്ക് ആയിട്ടുള്ള ഏജൻസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു ഈസി ജോബൊന്നുമല്ല. ബട്ട് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. പക്ഷേ യൂറോപ്പിക്ക് എൻ്റർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വഴിയാണ്. ഓക്കെ, സോ ഈ ഒരു ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് യൂറോപ്പ് പോകാൻ പറ്റില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ സ്മാർട്ടായിട്ട് അപ്ലൈ ചെയ്യാൻ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർഗം നോക്കുക. ഓക്കെ, സോ എന്തായാലും ഇതിന് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതുവഴിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു നോർഡിക് കെയർ ഫിൻലാൻഡ് കമ്പനി, അതുവഴി നിങ്ങൾ പോവുക. ഒരുപാട് ജോബ്സ് അതിലും കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്, നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി ചാനലിൽ വരുന്നത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളിപ്പോൾ യൂറോപ്പിക്ക് ജോബ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ കമൻസിൽ നിങ്ങൾ അറിയിക്കുക. ഒരുപാട് യൂറോപ്പിലുള്ള എംപ്ലോയേഴ്സ് നമ്മളെ ചാനൽ കാണാറുണ്ട്. സോ അവർക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പല ആളുകളും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇതുപോലത്തെ എംപ്ലോയേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് അതിനനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ കൊടുക്കുക ദയവായിട്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി എന്തെങ്കിലും അഡീഷണൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നത് തന്നെ ആയിരിക്കും. സോ ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യ and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.